ഹലോ, നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ലെമൺ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നെ വാനില എസൻസും ഒരു ടീസ്പൂണൊക്കെ വാനില എസൻസ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അത് 50 ഗ്രാം ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അത് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയ ബട്ടർ 50 ഗ്രാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇത് ഏകദേശം ഒരു കുക്കീസ് ഉണ്ടാക്കണമൊക്കെ ഒരു ഡൗവായിട്ടാണ് ഇങ്ങനെയാണ് ആക്ച്വലി കുക്കീസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് എന്താ ഒരു തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ ഈ പാൻ ഞാൻ ജസ്റ്റ് ഗ്രീസ് ചെയ്യാണ് ചെയ്തത്. ഓയിൽ ഗ്രീസ് ചെയ്ത് മൈദ പരട്ടി അങ്ങനെയാണ് ചെയ്തത്. ഞാൻ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്തായാലും ബട്ടർ പേപ്പർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പാനിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടായിരുന്നത് ബേക്കിംഗ്. അതിലേക്ക് മാറ്റി ഒരു 20-25 മിനിറ്റ് നേരം അത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. അതവിടെ ബേക്കാവുന്ന നേരം കൊണ്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ലെമൺ സെസ്റ്റും കൂടിയും ചേർത്തു. അത് നന്നായിട്ട് പൊടിയാക്കിയിട്ട് വേണം ചേർക്കാൻ. അത് മാത്രമല്ല അതിൻ്റെ നാരങ്ങയുടെ വെള്ള ഭാഗം എടുക്കരുത്. ഞാനത് ചേർത്തത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അപ്പോൾ എന്തായാലും പൊടിയാക്കി ചേർക്കുക. എന്നിട്ട് ആ മിക്സ് നമ്മൾ ആദ്യം ബേക്ക് ചെയ്ത ഇതുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 25 മിനിറ്റ് നേരം ബേക്ക് ചെയ്തതിന് ശേഷം ഈ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ചൂട്ടോടുകൂടി തന്നെ ഒഴിക്കുക. അതായത് മറ്റേത് ചൂടുള്ളപ്പോൾ ഇത് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10-20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗമൊക്കെ നന്നായി സെറ്റ് ആവണ വരെ ബേക്ക് ചെയ്തെടുക്കുക. ഞാൻ കണ്ടല്ലോ ലെമൺ സിസ്റ്റ് ചേർത്തത് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് അത് മുകളിൽ തന്നെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡിമോൾഡ് ചെയ്യാനായിട്ട് നല്ല പാടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബട്ടർ പേപ്പർ എന്തായാലും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മുകൾ ഭാഗം പെട്ടെന്ന് ഇളകിപ്പോന്നു, പക്ഷേ താഴത്തെ ഭാഗം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പുളിയും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. മധുരം മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വെറൈറ്റി ആയിട്ടുള്ള ലെമൺ കേക്ക്. താങ്ക്